വക്കീലെ അനന്തു കൃഷ്ണൻ കേരളത്തിൽ തട്ടിപ്പിന്റെ മോൻസൺ മാവുങ്കലിന് ശേഷം ഇത്രയും വലിയൊരു തട്ടിപ്പുമായി കേരളത്തിലേക്ക് എത്തിയ മറ്റൊരു വ്യക്തിയാണ് അനന്തു കൃഷ്ണൻ. പക്ഷെ അനന്തു കൃഷ്ണന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മുതൽ ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ വരെ ഒപ്പമുള്ള ഫോട്ടോസാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകളെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കാൻ അത്രയും കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അനന്തു കൃഷ്ണനെ കാണുന്നത്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പൊട്ടന്മാരാണോ? കാരണം മോൻസൺ മാവുങ്കലിന്റെ വിഷയം വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് പേർ നാണം കെട്ടത് നമ്മൾ കണ്ടു. ഇപ്പോഴും ഇതാ ഒരുപാട് പേർ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഇവിടെ അനന്തു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റുള്ള തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ അവരൊരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി അതിനു വേണ്ടി സൃഷ്ടിക്കുന്നു. ആ കമ്മ്യൂണിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, തട്ടിപ്പുകൾ നടത്തുന്നത്. അതേ ഈ പറയുന്ന രീതിയിൽ എന്താണ് പണ്ട് കാലം മുതൽക്കുള്ള ആടുമാഞ്ചിയം മുതലുള്ള നമ്മുടെ MLM-ലൊക്കെ തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണ്, അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റി, അതായത് അവരെന്ത് ചെയ്യുന്നു, കുറെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന രണ്ട് ശൃംഖലകൾ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ഈ പറയുന്ന ആളെ ചേർക്കുന്നു, അല്ലെ മറു സൈഡിൽ ആളിനെ ചേർക്കുന്നു. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തട്ടിപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ആളുകളിൽ നിന്ന് ഇങ്ങനെ പണം കളക്ട് ചെയ്യുന്നു. അതാണ് കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ഔദ്യോഗിക സംവിധാനം എന്ത് ചെയ്യുന്നു കേരളത്തിലെ. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഗവൺമെന്റിന്റെ കോർഡിനേറ്റർമാരെക്കാട്ടി എന്താണ് ശക്തരാണ് എന്ത് ചെയ്യുന്നത്, പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള അനന്തകൃഷ്ണന്റെ എന്താണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഈ പറയുന്ന നമുക്കറിയാം ശില്പം, ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും മാധ്യമങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ആ കാര്യം. അതായത് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. അതായത് ഒരു ട്രസ്റ്റ് ആവട്ടെ, NGO ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനി ആവട്ടെ, എന്താവട്ടെ, ഒരു 5 കോടിക്ക് മേളിൽ ക്രൗഡ് ഫണ്ട് എടുക്കാൻ എന്തില്ല, ഇവർക്ക് ആർക്കും തന്നെ അനുവാദമില്ല. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ 1000 കോടി 2000 കോടിയൊക്കെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഇൻകം ടാക്സ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇതുവരെ ഒന്നും ചെയ്തില്ല? അത് ഈ അനന്തു കൃഷ്ണന്റെ ഒരു പവർ ആയിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അനന്തു കൃഷ്ണൻ സമർത്ഥമായിട്ട് എന്ത് ചെയ്തു, ആളുകളെ പറ്റിച്ചു. അതാണ് കാണേണ്ടത്. ഇവിടെ എന്താണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ എന്താണ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെലവാകുന്ന ഒരു സൊസൈറ്റിയാണ്. അതായത് വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ആരോഗ്യ മേഖലയിലും അല്ലെങ്കിൽ ജീവിത നിലവാരത്തിലും ഒക്കെ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മാതൃകയാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ മാതൃകയോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇതൊന്നും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും നടക്കില്ല. ഇവിടെ കേരളത്തില് പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓഫർ കൊടുത്താൽ എന്തും ചെലവായി പോകുന്ന പൈസ ഇട്ടിട്ട് അതിന്റെ ഒരു 2% ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങാൻ മലയാളികൾ തയ്യാറാണ്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ഈ പറയുന്ന മാളുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ എന്താണ് ആദായ വിൽപ്പന എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാസത്തിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും ഒക്കെ ഇത്തരത്തിലൊരു മേള നടത്തുമ്പോഴേക്കും എന്താണ് അവിടെ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ആളുകൾ ഒന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ അതേ കൺസെപ്റ്റാണ് അനന്തു കൃഷ്ണൻ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം തയ്യൽ മെഷീൻ കൊടുക്കുന്നു, അതിന് വളം കൊടുക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുക്കുന്നു, സ്കൂട്ടർ കൊടുക്കുന്നു. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ കൊടുക്കുന്നു. അതായത് ഒരു സർക്കാരിനെ എന്ത് ചെയ്യുന്നു, കോപ്പി അടിക്കുന്നു. അതായത് നമ്മൾ പറയാമല്ലോ, ഒരു ജനോപകാരമായിട്ടുള്ള ഗവൺമെന്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്നു, അല്ലെ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, 50 പേരുടെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നു, 2 3 അല്ലെങ്കിൽ 5 പേർക്ക് എന്ത് ചെയ്യുന്നു, ആ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ വേദിയിൽ അണിനിരത്തി എന്ത് ചെയ്യുന്നു. പക്ഷെ അതാണ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത്. ആലോചിച്ച് നോക്കും, നമുക്കറിയാം ഒരുപാട് MLA-മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ വക്കീല് പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക രംഗത്തൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് പേരാണ് ഇതിന്റെ ഉദ്ഘാടകന്മാരായിട്ട് ഈ വേദികളിലൊക്കെ വന്നിരുന്നിട്ടുള്ളത്. അപ്പൊ ഇവരൊന്നും ഒരു ബേസിക് ആയിട്ട് ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയോ അതല്ലെങ്കിൽ എന്താണ് ഇത് എന്നതിനെ കുറിച്ച് പഠിക്കുകയോ ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അതിനകത്ത് കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രിയുടെ തൊട്ടരികിൽ അദ്ദേഹം ഷാൾ അണിയിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ അത്രയും ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന SBG സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ സൈനികരുടെ കാവലില്ലാതെ പ്രധാനമന്ത്രിയുടെ അടുക്കെ എത്തി ഷാളിടുന്ന ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു BJP നേതാക്കന്മാർക്ക് പോലും എന്തില്ല. അതെ, സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു BJP-യിലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവിന് നരേന്ദ്രമോദിയെ കാണണമെങ്കിൽ ഇല്ലാത്ത നൂലാമാലകളില്ല. സംസ്ഥാന അധ്യക്ഷൻ കൊടുക്കുന്ന ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ആരൊക്കെ മോദിയെ കാണണം, മോദി ഇവിടെ എത്തുമ്പോൾ തീരുമാനിക്കപ്പെടും. സംസ്ഥാന അധ്യക്ഷന്റെ ലിസ്റ്റ് മാത്രമല്ല, കാരണം നമുക്കറിയാം ഇവിടെ ഈ പറയുന്ന IB-യുടെ ചെക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റലിജൻസ്, അതായത് നമുക്കറിയാം ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി X or Y ആരോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലും എന്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരന് അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ച തന്നെയാണ്.
കാരണം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം എന്താണ് ഈ ചെറിയ പ്രായത്തിനുള്ള തുടക്കം മുതലേ ഇതേ നല്ല പരിപാടിയാണ്. എന്താണ് സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ ശാക്തീകരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 1,900 NGO-കളാണ് പുള്ളി രൂപീകരിച്ചേക്കുന്നത്. എന്താണ് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, എന്നിട്ട് എന്റെ ഒരു നാഷണൽ കോർഡിനേറ്ററായി മാറുന്നു. അപ്പൊ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, പണം കൊടുത്ത് അദ്ദേഹം തന്നെ രൂപീകരിച്ച് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാം പുള്ളി തന്നെയാണ്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നു, കുറെ മാന്യന്മാരായിട്ടുള്ള വ്യക്തികളെ അദ്ദേഹം അവരുടെയൊക്കെ മാന്യതകളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പക്ഷെ അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പൊ കുറെ ആളുകളെ എന്ത് ചെയ്യുന്നു, കുറെ ഡമ്മികളായിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അതിനുശേഷം ഒരു നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ബഹുമാന്യനായിട്ടുള്ള ജഡ്ജി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അതിന്റെ ഒരു ഉപദേശകൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്, ഉപദേശകനാക്കി വെക്കുന്നു. അപ്പൊ ഈ പറയുന്ന അതിനുശേഷം ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുകയാണ്. ആരാണ് ഇതിന്റെ കമ്പനിയുടെ ഉപദേശകൻ? അത് ജസ്റ്റിസ് ആണ്. ആരാണ് ഈ കമ്പനിയെ നയിക്കുന്നത്? അദ്ദേഹം ഇദ്ദേഹമാണ്. ആരൊക്കെയാണ് ഈ കമ്പനികളുടെ പരിപാടിക്ക് വരുന്നത്? MP-മാർ വരുന്നു, മന്ത്രിമാർ വരുന്നു. അപ്പൊ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. കാരണം ഈ പറയുന്ന നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പറോ എടുക്കുക ഏതെങ്കിലും ആൾ പോയി തട്ടിപ്പ് നടത്തിയാൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇന്റലിജൻസോ അല്ലെങ്കിൽ പോലീസോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി അങ്ങനെയൊക്കെയുള്ള എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു ഇന്റലിജൻസിന്റെ കൃത്യമായ പരിശോധന ആവശ്യമാണ്. അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ വീഴ്ചകൾ ഉണ്ടായി ഈ പരിശോധനയിലൂടെ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണോ, ആരൊക്കെയാണ് ആ പരിപാടിയിൽ വേദി പങ്കിടുന്നത്, ആ വേദി പങ്കിടുന്ന ആളുകളുടെ പൂർവ്വകാല ചരിത്രം എന്താണ്, ആ വേദി പങ്കിടുന്ന അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്ന ആൾക്ക് ഈ അവാർഡിന് ഈ അർഹതയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കാനാണ് ഈ ഇന്റലിജൻസ് സംവിധാനം ഉള്ളത്. പക്ഷെ ഈ പറയുന്ന അനന്തകൃഷ്ണൻ അതിനെ എല്ലാം എന്ത് ചെയ്തു, വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു, ഓവർടേക്ക് ചെയ്യുക മാത്രമല്ല അദ്ദേഹം ഒരു സമാന്തര സർക്കാർ സംവിധാനമായി എന്ത് ചെയ്തു, മാറി. എന്തിനാണ് പറയുന്നത്, നമ്മളിപ്പോ വയനാട് ദുരന്തം ഉണ്ടായി, അതിനുശേഷം പോലും എന്ത് ചെയ്തു, അവിടുത്തെ ദുരന്തബാധിതരെ വരെ അദ്ദേഹം പറ്റിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലുള്ള പരാതികളെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് ഇവിടെ അനന്തകൃഷ്ണന്റെ ഏറ്റവും വലിയ പറയട്ടെ, പാർട്ടി ഭേദമന്യേ എല്ലാവരെയും പറ്റിച്ചു, എല്ലാവരും അതിന്റെ എന്തായി ഭാഗമായി, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ട് അതിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരുപാട് നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രതിനിധികളൊക്കെ ഉള്ള സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാമല്ലോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് അദ്ദേഹം യാതൊരു വിധമായ ചാരിറ്റബിൾ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ നടത്തിയ പാരമ്പര്യമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു വിധമായ ഈ പറയുന്ന CSR ഫണ്ട് എന്ന് പറയുന്നത്, കാരണം CSR ഫണ്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഈ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, കോർപ്പറേറ്റുകൾ അവരുടെ ടാക്സ് ഇളവ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു ഫണ്ട് നീക്കം വെക്കുന്നു. അപ്പൊ ആ ഫണ്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫണ്ട് കൊടുക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ ഫണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയത്തില്ല. ആ ഫണ്ട് കൃത്യമായിട്ട് എന്താണ് ചാരിറ്റി അത് വെച്ച് നടത്തുന്നു എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയാൽ മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ഇദ്ദേഹം ഇവിടെ എല്ലാവരോടും പറഞ്ഞ എന്താണ്, ഇദ്ദേഹത്തിന് ഫണ്ട് കിട്ടുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ പോലും പുള്ളി പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് ഫണ്ട് ലഭിച്ചു എന്നാണ്. പക്ഷെ ആർക്കും ആ ഫണ്ട് വന്നതായിട്ട് എന്തില്ല, അറിവില്ല. അപ്പൊ ഇത് വളരെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു നടന്നത്. അതിൽ കൃത്യമായിട്ട് എന്താണ് ഇപ്പോഴെങ്കിലും പോലീസിന്, കാരണം കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് തന്നെ ഈ അനന്തകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ആ വാർത്തകൾ പുറത്തു വന്ന ശേഷം പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-കളൊക്കെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, പണം കൊടുത്തും സ്വാധീനിച്ചു എന്ത് ചെയ്തു, ഒഴിവാക്കുന്ന ഒരു സമീപനം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അവസാനമായപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം കേരളം മുഴുവൻ എന്തായിട്ടുണ്ട്, അദ്ദേഹം ഏറ്റവും ഇതിനകത്തൊരു ക്രൂരത എന്ന് പറയുന്നത്, ഇത് പറ്റിക്കപ്പെട്ടേക്കുന്നത് ആരൊക്കെയാണ്, സാധാരണക്കാരാണ്. സാധാരണക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. അതിലും ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു തയ്യൽ മിഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ലാപ്ടോപ്പ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യക്കിറ്റ്, അതൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ കേരളത്തിൽ അതിനുവേണ്ടി പകുതി വിലയ്ക്ക് കിട്ടാൻ വേണ്ടി 5-6 മാസം കാത്തിരിക്കാൻ തയ്യാറുള്ളവരെന്ന് പറഞ്ഞാൽ അതീവ പാവപ്പെട്ട ആളുകളായിരിക്കാം. അവരെയാണ് പറ്റിച്ചത്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ പണം പിടിച്ചു മേടിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇപ്പൊ അനന്തകൃഷ്ണനിലേക്ക് ഈ പൈസ എത്ര രൂപ എത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം. ആരൊക്കെയാണ് ഈ പൈസ എന്ത് ചെയ്തത്, കൈകാര്യം ചെയ്തത്, അത് കൃത്യമായിട്ട് അവരെ എല്ലാം തന്നെ എന്ത് ചെയ്യണം, നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിന് കേരളത്തിലെ ഗവൺമെന്റിന് സാധിക്കുമോ എന്ന് അറിയില്ല. കാരണം എന്താണ്, ഇതിന്റെ അന്വേഷണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോ പറയുന്നു, കുറെ ആളുകൾ UDF നേതാക്കന്മാരെ പറയുന്നു, മറ്റൊരു ആളുകൾ BJP നേതാക്കന്മാരെ പറയുന്നു. അവർ പറയുന്നു ഇതിന്റെ തുടക്കം കുറിച്ചത് ആരാണ്, ബിന്ദു മന്ത്രി വന്നാണ് എന്ത് ചെയ്തത്, NGO കോൺഫെഡറേഷൻ തുടങ്ങിയതെന്ന് പറയുന്നു. അപ്പൊ ഇതിങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മൊത്തം നടക്കുകയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച ആളുകൾക്ക് പണം തിരികെ കിട്ടുവാനും
ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ ആളിനെ എന്ത് ചെയ്യുക, അതാണ് വേണ്ടിയാണ് ഉള്ള സമീപനങ്ങൾ വേണ്ടത്. കാരണം അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ വളരെ തുച്ഛമായ പണം മാത്രമേ അതെ, ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തെ ആദ്യം അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങൾ വന്നപ്പോ പറഞ്ഞൊരു ബൈറ്റ് ഉണ്ട്, ഇനി നിങ്ങളാരും പരാതി കൊടുക്കരുത്, ഞാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ തിരിച്ചു തരാം. അത് വളരെ പ്ലാൻ ചെയ്തല്ല. അദ്ദേഹത്തിന്റെ രൂപഭാവം മൂലം എന്താണ്, അദ്ദേഹം ചേഞ്ച് വരുത്തി. അവിടെ ഫ്ളാറ്റിൽ നിന്നുള്ള രേഖകൾ മുഴുവൻ എന്ത് ചെയ്തു, കടത്തി. എവിടെ പോലീസ് അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ? അതായത് ഇദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം ഇവിടെ കളമശ്ശേരിയിൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് എന്ത് ചെയ്തതാണ് പരാതി കിട്ടിയതും അദ്ദേഹത്തിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതോട് ബന്ധപ്പെട്ടുള്ള മാധ്യമ വാർത്തകൾ വന്നതാണ്. അപ്പൊ അതിനുശേഷവും ഇദ്ദേഹം സ്വൈര്യവികാരം നടത്തി, അതിനുശേഷവും ഇദ്ദേഹം പണം പിരിച്ചു, അതിനുശേഷം ആളുകളെ കൂട്ടി എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പ്ലാൻ ചെയ്തു. അപ്പൊ ഇതിനൊക്കെ തന്നെ എന്താണ്, അതിനുശേഷം എന്താണ്, ഈ തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ എന്താണ് തന്റെ നേരിലേക്ക് അന്വേഷണം വരാതിരിക്കാൻ. കാരണം അനന്തകൃഷ്ണന്റെ കോൺഫിഡൻസ് എന്താണ്, അദ്ദേഹം ആരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, നേരിട്ട് പണം മേടിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പണം മേടിച്ചേക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്, ഇവിടുത്തെ ഈ പറയുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാര്, പഞ്ചായത്ത് കോർഡിനേറ്റർ എന്ന് പറയുന്ന നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന CDS VDS ആയിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ കയ്യിൽ നിന്നും ഒക്കെ തന്നെ അവർക്ക് വലിയ വാഗ്ദാനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ കമ്മീഷൻ കൊടുത്തുകൊണ്ട് താൻ എന്തോ വലിയ കാര്യം എന്താണ് ചെയ്യുന്നത് പോലെ സമൂഹത്തിലേക്ക് ചെയ്യാൻ പോവുകയാണ്, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, താൻ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തപ്പോ അദ്ദേഹം എന്താണ് ഈ പാവങ്ങളെയൊക്കെ എന്താണെന്ന് ഉദ്ധരിക്കാൻ വേണ്ടി എന്താണ് ദൈവത്തിന്റെ ഒരു അവതാരത്തെ പോലെ എന്ത് ചെയ്തതാണ് ഒന്നൊരാളെന്ന നിലയിലാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിനുള്ള തെളിവുകളായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ എന്താണ് മുഖ്യമന്ത്രി മുതൽ എല്ലാവരുടെയും എന്ത് ചെയ്യുന്നത്, ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത്. ഫോട്ടോകൾ മാത്രമല്ല, കൃത്യമായ റോളുള്ള ഫോട്ടോകൾ. അതുകൊണ്ട് മെയിൻ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. എല്ലാം അയാൾ നിൽക്കാത്തതായിട്ടോ അല്ലെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാത്തതായിട്ടുള്ള അപൂർവം ആളുകൾ മാത്രമേ എന്തുള്ളൂ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ്, അപ്പൊ എന്താണ് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, ഈ പണം തിരികെ പിടിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ബിനാമി സ്വത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിനുകളായിട്ടോ അല്ലെങ്കിൽ വിദേശത്തേക്കോ കടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരികെ കൊണ്ടുവന്ന് ഈ സാധാരണക്കാർക്ക് കൊടുത്താൽ മാത്രമേ എന്തുള്ളൂ. അല്ലാതെ ഇപ്പൊ അനന്തകൃഷ്ണനെ കുറച്ച് നാൾ ജയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നടപടിക്രമ പ്രകാരം എന്ത് ചെയ്യുന്നു, കുറെ കാലം കഴിയുമ്പോൾ ജാമ്യം എന്നുള്ള റൈറ്റിൽ അദ്ദേഹം പുറത്തിറങ്ങും. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മറ്റൊരു കാര്യമാണ്. ഇതിപ്പോ എത്ര ആളുകൾ വന്നു. അപ്പൊ പുതിയൊരു കഥാപാത്രം ഇനി ഉടലെടുക്കുന്നവരെ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്ത് ചെയ്യും, വളരെ അതായത് വളരെ സമർത്ഥനായിട്ട് അല്ലെങ്കിൽ ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടി ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം ആവിഷ്കരിക്കാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയില് ഇത്രയും കാലം നടത്തിയ ഒരു സർക്കാരിന് പോലും എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാര്യം അത്ര കാര്യം അദ്ദേഹം എന്താണ് വാർഡ് ലെവലിലുള്ള താഴെക്കിടയിലുള്ള പ്രവർത്തകരെ കണ്ടെത്തുന്നു, അല്ലെ ജനങ്ങളെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വിധവകളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു, പഠിക്കാൻ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ലാപ്ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് വിശദമായ ഒരു പഠനം സർക്കാർ നടത്തിയിട്ടില്ല. കാര്യം ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്തത് വളരെ സമർത്ഥമായിട്ടാണ്. അപ്പൊ ബെനിഫിഷ്യറീസിനെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലുണ്ട്. ഈ ഡോക്യുമെന്റ്സ് കൃത്യമായി സർക്കാർ ശേഖരിക്കുകയാണെങ്കിൽ നാളെ എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഈ പറയുന്ന വലിയ അതായത് വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം സൂക്ഷ്മമായി സമൂഹത്തെ സ്പർശിച്ചുകൊണ്ട് എടുത്ത വളരെ എന്ത് ചെയ്തു താഴേക്കിടയിൽ നിന്ന് വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന് വളരെ നാണക്കേടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കൃത്യമായിട്ട് അതായത് ഇവിടെ സർക്കാർ സംവിധാനങ്ങളെ ഇത്തരത്തിൽ വിഡ്ഢികളാക്കാൻ സാധിച്ചു എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു സമർത്ഥനായ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും.